ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണവുമായി സംബന്ധിച്ച് ഞങ്ങളൊരു പൂക്കളിടാൻ പോവാണ്. സുബി എങ്ങനെ റെഡി അല്ലേ? ചുച്ചേ മുത്തു പിന്നെ എപ്പോഴും റെഡി ആയിക്കണോ? അവള് പൂവൊക്കെ രാവിലെ തന്നെ നീ ചറക്കി തുടങ്ങിക്കണോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ? ചെറിയൊരു പൂക്കളം കാണിച്ചു തരാം. റെഡി സെറ്റ്. ഞാനും സുബിക്കാക്കും പൂക്കൾ പറിച്ച് ഇറങ്ങിക്കാണ്. ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പൂക്കൾ പറിച്ചിരുന്നത്. ഇട്ടുകൊണ്ടിരിക്കട്ടോ, കണ്ടോണം. ഇനി ഇടണം. ഇനി പൂക്കള് മുഴുവനായിട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞങ്ങളെ പൂക്കൾ ഇട്ട് തന്നെ ദാ എങ്ങനെയുണ്ട് ഞങ്ങളെ പൂക്കൾ? രസമുണ്ടോ? പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ പൂക്കളം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൂക്കളം. നമ്മളെ രീതിയിൽ നമ്മൾ ഇവിടുന്നൊക്കെ പൂവൊക്കെ പറിച്ചിട്ട് കുറച്ച് പൂക്കളേ ഉള്ളൂ, ബാക്കി ഈ ചെടീന്റെ ഇലൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണിത്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. നമ്മുടെ പൂക്കൾ എങ്ങനെ ഉണ്ട്? ചെമ്പരത്തി പച്ച പൂവാണ്. ചെവിന്റെ അടുക്കൽ വെച്ചോളൂ കേട്ടോ. അടിപൊളിയൊക്കെ എന്റെ ക്യാരക്ടറിന് ചേരും ചെയ്യും. നമ്മുടെ പൂക്കളത്തിന് ഞാനായിട്ട് ഇട്ടത് എങ്ങനെ പക്ഷെ അപ്പൊ നിങ്ങളെ അഭിപ്രായം പറയാം. അപ്പൊ വളഞ്ഞോ സംശയമില്ലേ സൗണ്ടൊക്കെ? ചെറുതായിട്ട് വളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാനും വരട്ടല്ല, അപ്പൊ നിങ്ങള് മാത്രം ഡയലോഗ് അടിച്ചിട്ട് കാര്യമല്ലോ. അപ്പൊ മാവേലി നാട് വാണിടും കാലം അറിയോ പാട്ട്? മുത്തുന്നറിയോ? കേക്കട്ടെ. പാട്. ഞാൻ പറഞ്ഞുതരാം, തെറ്റിയാൻ പറഞ്ഞുതരാം. ഡയറി മിൽക്ക് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ പാട്ടറിയും കറക്റ്റ്? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല. എനിക്കറിയില്ലല്ലോ.
എള്ളോളമില്ല പൊളിവചനം. അപ്പൊ ആദ്യം പോവില്ല പാട്ടുന്ന അത്ര അറിയുള്ളൂ. മുഴുവൻ ആദ്യം പാടേ. മതി. അപ്പൊ ഈ പാട്ടാർക്കൊക്കെ അറിയുന്നല്ല നോക്കിയാട്ടോ. മുത്തതിനും ഇക്സന് എത്ര അറിയുള്ളൂ, ഇവർക്ക് തീരെ ഇത്ര അറിയില്ല. ആർക്ക്? നിങ്ങൾക്ക് അറിയോ? അപ്പൊ ഞാനല്ലേ തുടങ്ങിയതുണ്ടോ എന്നും ഞങ്ങളാ എന്ത് ഞാനല്ലേ ഫസ്റ്റ് പാടി. മാവേലി നാട് വസിക്കും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമുദത്തോടെ കയ്യിന്ന് പോയി. ഞാൻ കട്ടിയും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാനല്ലേ. എന്തായാലും സന്തോഷങ്ങള് കൂടുതലില്ലെങ്കിലും കൊറോണയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉള്ളത് ഒരു ആഘോഷാക്കി മാറ്റിയിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കുക. എല്ലാവരും വീട്ടിലിരിക്കുക. ശക്തമായ കൊറോണയാണ് ഇപ്പോൾ. അപ്പോൾ വാക്സിൻ എടുക്കാത്തൊരു വാക്സിൻ എടുക്കുക. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവുക. ഓണത്തിൻ്റെ പേരിൽ ആഘോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആരും കാര്യങ്ങൾ പോകരുത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിൽ മാക്സിമം ഇതുപോലെ ഫാമിലി ആയിട്ട് ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. ഓണത്തിൻ്റെ പേരും പറഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ഇളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൊറോണ പേടിക്കേണ്ടി വരും. അപ്പോൾ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാതെ എല്ലാവരും സ്വന്തം നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക, സെറ്റാക്കുക. എന്തായാലും ഇന്ന് ഓണം അത്തം പത്തല്ലേ, പക്ഷെ തിരുവോണമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നാളെ 7 മണിക്ക് നമുക്ക് സാധനം പുറത്ത് കൊണ്ടുവരാം എന്നാണ് തീരുമാനം. എല്ലാവർക്കും പറഞ്ഞോളൂ. നമ്മുടെ ഞങ്ങളെല്ലാവരുടെയും നമ്മുടെ ശുക്കൂർ സുന്ദരൻ ചാനലിന്റെയും ഓണം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിക്കോ. ഹാപ്പി ഓണം. അതാവും സുഖം. ആശംസകൾ പറയുമ്പോ ചിലപ്പോ ഷാക്കെ പോകും. നമുക്ക് തന്നെ പോവാറുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം, സിമ്പിൾ അല്ലേ? പിന്നെ പൊളിയാണല്ലേ, പഠിച്ചിരിക്കുകയാണല്ലേ. എന്തായാലും ഹാപ്പി ഓണം. അപ്പൊ പൂക്കളത്തിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. പറയാം. ഈ പൂവാണെങ്കിൽ ഏറ്റവും പറ്റിയ പൂ സ്വന്തം ലെവലിനനുസരിച്ച് പൂക്കളാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കിതിലൊരു പൂക്കളും പറ്റിയില്ല. കാരണം നമുക്കിട്ട് പണി വരും. അപ്പൊ അതിനെക്കാട്ടിലും നമ്മളതായ പിന്നെ പൈസ കൊടുത്തൊരു പൂക്കളും മേടിച്ചിട്ടില്ല. ഒക്കെ നമ്മളെ വീട് എന്ന് പറയുന്ന ഒരു പിന്നെ മലയോര ഭാഗമാണ്. അപ്പൊ അവിടെ തന്നെ ഞങ്ങൾ കാട്ടുകൂടി പെറുക്കിയെടുത്ത് പിന്നെ പറിച്ചുണ്ടാക്കിയെടുത്ത പൂക്കള് ഒക്കെ പുറത്തുനിന്ന് പെറുക്കിയത് തന്നെയല്ലേ പൂക്കള്. പിന്നെ വീട്ടിലുള്ള ചെടിന്റെ അതൊക്കെ പാടാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലാതെ കൂടുതൽ ഈ പൂക്കളത്തില് നമ്മള് പിന്നെ വിദേശികളെ കയറ്റിയില്ല, ഒക്കെ സ്വദേശികൾ മാത്രം. കഴിഞ്ഞ വർഷമൊക്കെ ഇട്ടിരുന്നു. അന്ന് നമ്മുടെ ചാനലില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല. പക്ഷെ കഴിഞ്ഞ രീതിയിലാണ് കുറച്ചുകൂടി പൂക്കളൊക്കെ കൂടുതൽ കിട്ടുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അന്ന് കൂട്ടത്തില് ഞങ്ങളുടെ കൂട്ടത്തില് പൂക്കളിടാനും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ പിന്നെ വീഡിയോ ഉണ്ടാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ നമ്മളെ വിളിച്ചിട്ടില്ല. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ മാത്രം ഞങ്ങൾ 4 പേരും മാത്രം സെറ്റാക്കിയ ഒരു പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ കോട്ടങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ മാർക്ക് ഇട്ടോളി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കൊണ്ട് ഇത്രേ കഴിയുള്ളൂ കേട്ടോ. അതല്ല സത്യം. പിന്നീടുള്ള കാര്യം എന്താണ് വെച്ചാൽ നമുക്ക് ആ ഒരു ടാസ്ക് അങ്ങനല്ല, ഓണക്കളികളിൽപ്പെട്ട ഒരു കളി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ സുന്ദരിക്ക് പൊട്ട് തൊടൽ, അതാണ് നമ്മളെ മത്സരം. ആ മത്സരം അടുത്ത സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നേരെ നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോവാം. എന്നിട്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് വൈൻഡപ്പിലേക്ക് പോവാം. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണല്ലേ, കാരണം വെച്ചാൽ 2 എപ്പിസോഡ് ഇടാനൊന്നുമില്ല, ഒറ്റ എപ്പിസോഡിൽ തീർക്കാം. അപ്പൊ എന്തായാലും നേരെ സുന്ദരിക്ക് പൊട്ട് തൊടൽ ആണ് നമ്മളെ സുന്ദരി. ഈ സുന്ദരിക്ക് ഏറ്റവും കറക്റ്റായിട്ട് ഇവിടെ പൊട്ട് തൊട്ട് കൊടുക്കുന്ന ആളാണ് ഇതിലെ വിജയ്. അതാണ് നമ്മുടെ മത്സരവും. സുന്ദരിക്ക് പൊട്ട് തൊടൽ. നമ്മളിത്ര ഹൈറ്റ് താത്തി വെച്ചതെന്ന് വെച്ചാൽ മക്കൾക്ക് കൂടി എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാകുന്ന നമ്മളെ ബായ് ഉണ്ട്. ബായിയാണ് ഇന്ന് ക്യാമറ ചെയ്യാൻ പോകുന്നത്. ബായ് സുബിറേ, ക്യാമറ ചെയ്യാൻ റെഡി അല്ലേ? മലയാളം അറിയില്ലേ? മലയാളം അപ്പോൾ ഞങ്ങൾ മലയാളം പറയുമ്പോൾ അറിയില്ലേ? അപ്പോൾ മത്സരാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കണം.
ഞങ്ങൾ വേറെ പ്ലേസ് നോക്കി. അപ്പോൾ അവിടെ കുറേ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഇത് നമ്മളെ സ്ഥിരം ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വലിയ മത്സരാർത്ഥിയാണ് വരുന്നത്. പിന്നെ നമ്മളെ സുന്ദരിനെ റെഡി ആക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മളെ മുത്തു. സുന്ദരിനെ റെഡി ആക്കിയത്. സുന്ദരി ഇവിടെ എത്തിയപ്പോൾ തള്ളായോ? തള്ളാർ വരച്ച് കഴിഞ്ഞാൽ തള്ളാവും. നമ്മളെ സുന്ദരി തള്ളായി എന്നാണ് മുത്തുവിൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ നേരെ ക്യാമറ നമ്മളെ ബായിനെ ഏൽപ്പിച്ചാൻ പോവാണ്. സെറ്റ്. അപ്പോൾ ഞങ്ങളെ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് ഒരു പൊട്ടൊക്കെ മേടിച്ച് ഇതാ എടുത്ത് നമ്മൾ പോന്നു. കെട്ട അല്ല, മൂക്ക് നീളല്ലാത്തോണ്ടേ കാണില്ല. കണ്ണനാണേ? ഇല്ല, ഞാൻ കള്ളക്കളി കളിച്ചില്ല. ഓഞ്ച കണ്ണ്. നീ പോവാലല്ലേ? തിരിച്ചു വിടണമെന്നില്ലല്ലോ. ഞാൻ പോയിക്കോളാം. ക്യാമറ സെറ്റനെ മുട്ടോ സുന്ദരിയെ അന്നെ നമ്മൾ നമിക്കണം. സുന്ദരിക്ക് പൊട്ടുകടോ. എവിടെ പോവാ തല? ഇങ്ങനെ അത് കറക്കണം. സുബിയെ പറഞ്ഞെടുക്കരുതട്ടോ. നല്ലോ നോക്കിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വാളും. അമ്മായ വിളിച്ചു കേട്ടോ. അമ്മ പൊട്ടോട്ടിലോണ്ട് ഉണ്ടോ? ഒപ്പിച്ചിട്ടോ. അടുത്ത് നമ്മള് മുത്തുവിനെ വിടാൻ പോവാണ്. ക്യാമറയോട് നേരെ മുന്നിക്ക് വന്നോ. പൊട്ട് തന്നില്ലാറണ്ട. എല്ലാ കളിയൊന്നും നമ്മൾ തിറക്കൂല. ഓക്കെ. അജു അങ്ങനെ തന്നെ മുറുക്കിനെ. കമ്മലോ? ഇങ്ങോട്ട് കുജിക്കിറക്കി തരാം. കുജിക്കിറക്ക തലമില്ലേ? തലമില്ല കഴിഞ്ഞു. ക്യാമറയോട് ഇങ്ങോട്ട് വന്നോ. ഇങ്ങോട്ട് മുന്നിക്കോ. ആയി. കുജിക്കായി തരാം. സുബിയുടെ സുബിയുടെ ഒക്കെ പോയി. ഇല്ല, മുട്ടൂല. ഒരു പേടിയും മേടിച്ചണ്ട. പോയിക്കോ. ഞാൻ ഇവിടെ ഉണ്ട്. തെങ്ങുകുജെന്ന് കേറിപ്പോ. ഈ സാധനം ഇവിടെ അല്ല. കെട്ടുവെക്കാൻ പാടില്ല. ഇത് ഞാൻ അച്ചു കൊടുത്തോടാനല്ല. ഒന്നുകൂടി കുജിക്കായി കൊടുക്ക. കുജിക്ക് ഇറങ്ങിക്കോ. ഇജ്ജ് കേറി. ഈ കുജിന്നൊക്കെ ഇജ്ജ് കേറി പോന്നേ. എത്തി രാസാവേ, എത്തി. ഒട്ടിക്കൂ. ബോൾട്ട് തപ്പി പിടിച്ചാണ്ട് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ കണ്ടില്ലേ എവിടെയാണ് പൊട്ടതല്ലേ? പൊട്ട് ഓക്കെ. എവിടെ വെച്ചിങ്ങള് നിങ്ങൾ സുബി പറിച്ചല്ലേ? അടയാളപ്പെടുത്തണം. ലിപ്സ്റ്റിക് അടയാളപ്പെടുത്താം.
അന്നൊക്കെ ഇവിടുന്ന് വിട്ടാ മതി. അനു മത്സരിച്ചാ സുന്ദരിക്ക് പൊട്ടുതോടാ റെഡിയല്ലേ? എന്നാ ചാടിക്കോ, നീ പോയിക്കോ. ആ പൊട്ടോ. ആ കൊണ്ടയാക്കി വരണ ഇത് തൊട്ടാ മതി. ഇപ്പച്ചി വെച്ചോളാ പൊട്ട് കൊണ്ടാ വെച്ചോ. ആ മുടുക്ക. ആ കൗളത്തിന് മറുക് കണ്ടോ, കൗളത്തിന് മറുകാക്കി മാറ്റി. ആ ആ ബോൾട്ട് തപ്പിക്കാണ്ട് കറക്റ്റ് നേരെ പിടിച്ചിരിക്കണേ. ഞാനത് അതിനെ അയാളെ തെറ്റിച്ച് ആണിയടിച്ചു ലെവലിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി. മനസ്സിലായ? ആണിയടിച്ചപ്പോ തന്നെ ഞാന് എല്ലാം തെറ്റിച്ച് വെച്ചു. അല്ലെങ്കിൽ എന്താ അറിയോ, ഇത് പറ്റിച്ച് എനിക്കറിയാം. വെറുതെ ഞങ്ങള് നല്ല കറക്റ്റ് അടയാളപ്പെടുത്തിക്കുന്നത്. എന്നാ ഇപ്പൊ കുട്ടി തൊട്ടാ പറ്റി പൊട്ടിട്ട് തരാം. അതിനൊക്കെ എത്തിച്ചൊന്നും അവിടെ പണിയിട്ടുണ്ടോ? ശരിക്കും നോക്കിക്കോ. തപ്പണൊക്കെ തപ്പിക്കോട്ടെ, അതൊക്കെ ഉണ്ട്. ആ ഇപ്പച്ചി കറക്റ്റ് നോക്കിക്കണേ. പോയിങ്ങോട്ടു ഒട്ടിച്ചാൻ കിട്ടൂല, തൊട്ടാ മതി അവിടെ. ആ അവിടെ തന്നെ. അപ്പൊ കണ്ടില്ലേ മാർക്കർ തരൂ. കണ്ടില്ലേ? അയ്യോ ഇല്ല. ഒരു മിനിറ്റ് ഇവിടെ 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 ഇത് പരിക്കൊണ്ട് കീറിട്ടോ. നമ്മൾ തൽക്കാലം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ല 7ന്റെ പൊട്ട് നേരെ അടിയിക്കാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. ഇനി ബായിക്കൊരു പണി എടുക്കുന്നുണ്ട്. നമ്മളെ ക്യാമറ മാത്രം ചെയ്താൽ പോരാ. എന്നാ പൊട്ടിട്ടോ പൊട്ട്. കളി മനസ്സിലായില്ലേ? എന്താണ് പൊട്ട് തൊടാ സുന്ദരിക്ക്? എന്ത് എന്ത് പറ 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 പറഞ്ഞിട്ട് പോയാ മതി. ഹിന്ദിയില് പറയാം നമുക്ക്. അല്ല മലയാളത്തിൽ പറയാം. പൊത്ത് തൂത അല്ലേ? ഹിന്ദിയിൽ പറഞ്ഞ ഹിന്ദിയിൽ എന്താ കളിക്ക് പറയാ? ഭായി വലിയ വിരുദ്ധനാട്ടോ. നമ്മളിലും വലിയ സൂത്രസാരിയാണ്. അന്നൊക്കെ കറക്കും. കുട്ടിയല്ല. ഇങ്ങോട്ട് നിന്നടാ. നിങ്ങളെന്ത് കറക്കലാണ് അറിയോ? ഓക്കെ ഊക്കുണ്ട്. നിങ്ങളെ അമ്മാതിരി കറക്കലല്ലേ കറക്കണേ. എത്തി എത്തി പിടിച്ചു പിടിച്ചു. പിന്നെന്താ സുന്ദരി ബായി അളവെടുത്തിക്കണോ? അപ്പൊ ബായി വിന്നർ. ബായി വിന്നർ. ഇതെങ്ങനെ കറക്റ്റ് പിടിച്ച് ബായി എന്നൊക്കെ അളവെടുത്തല്ലോ. കള്ളനാട്ടോ. കറക്റ്റ് ആ സ്ക്രൂ സ്പേസ് നോക്കി. പോയി അളവെടുത്തുക്കണോ? അവിടെ പോയി ആ കൈ ഇങ്ങനെ വെച്ച് അളവെടുത്ത് അത് കാണിച്ചെടുത്ത മക്കൾ ഭയങ്കര ബുദ്ധിയാണ് ഇവർക്ക്. ഒമ്പ തലച്ചോറാണ് കളി. നോക്കിയപ്പോ ഓൻ ഇത്രയും നേരം ക്യാമറ ചെയ്യാറില്ലേ? അപ്പൊ ഇതാട്ടോ എല്ലാരും ബായി നിങ്ങൾ അടയാളപ്പെടുത്തില്ല. ബായിയാണ് കറക്റ്റ് പൊട്ട് തൊട്ടത്. ഇത് ഇഞ്ച പൊട്ട് അല്ലേ? ഇത് ഇത് ഞാന്, ഇത് സബ, ഇത് സുബി. കവളത്തിൽ മറകിട്ടു. കവളത്തിൽ മറകിട്ടു. ബായ് കണ്ണിങ് കേട്ടോ പരിപാടി. ബായ് ജയിച്ചു. ഓണക്കളി മത്സരത്തിൽ ഇന്നത്തെ വിജയ ആയിരിക്കുന്നത് നമ്മുടെ ക്യാമറ ചെയ്യുന്ന ബായിയാണ്. ബായി നിങ്ങൾ കണ്ടു. ബായി ഒരുപാട് സുന്ദരിമാർക്ക് പൊട്ട് തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് പോയി തൊട്ടത്. അത് ശരി, അമ്മക്കിട്ട് താഴെ നിൽക്കാനോ?
അപ്പൊ ബായി പൊട്ടുതൊടലിൽ പുലിയാന്ന് നമ്മൾ സമ്മതിച്ചു. 2ാം സ്ഥാനം നമ്മൾ കൊണ്ടുപോയിക്കണം. ഫാമിലിയിൽ 1ാം സ്ഥാനം നമ്മൾക്കാണ്. മുത്ത് ചിത്രമൊക്കെ വരച്ചെങ്കിലും എത്ര സ്ഥാനം? 2 മുത്തു, 3 സഭ, 4 സുബി. അപ്പൊ എന്തായാലും ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പൊയിച്ചടിച്ചിട്ടോ അതിന്റെ ഇടയ്ക്ക്. നമ്മുടെ ക്യാമറമാനാണ്. ഒരുപാട് സുന്ദരിമാർക്ക് പൊട്ട് തൊട്ട് പരിചയമുള്ള ആളാണ്. 1ാം സ്ഥാനം നേടി ബായി. അതും ബംഗാളോ ആസാമോ ഏതാ? ആസാം കൊണ്ടുപോയിട്ടോ. മുത്തു നോക്കണ കിളി പോയി നിൽക്കണില്ലേ, പൊട്ട് തൊട്ടാൻ പറ്റില്ല. കേരളത്തിന്റെ പിന്നെ സ്വന്തം ആഘോഷത്തിൽ വിജയിയായിരിക്കുന്നത് നമ്മളെ ബായിയാണ്. അപ്പൊ ബായിക്ക് നമ്മളെന്താ ചെയ്യണ അറിയോ? നമ്മള് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. ബായിക്ക് എന്തായാലും നമുക്കൊരു പപ്സും ചായയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ പൊട്ട് ബായി കൊടുക്കാം. വേണ്ട, ആ സുന്ദരിനെ തന്നെ ബായി കൊടുക്കാം. മുത്തു ആ ബായി കൊടുത്താ സുന്ദരിനെ കൊണ്ടുപോയിക്കോട്ടെ. നിൽക്കേ നമ്മള് ആ എന്നാ കൊടുത്തോ. വിജയ്ക്ക് നമ്മള് ഇത് സമ്മാനിക്കുന്നതാണ് ഈ സുന്ദരിയെ. ആ മേടിച്ചോ ബായി. സുന്ദരിയെ മേടിച്ചോളൂ ബായി. സുന്ദരിക്ക് പൊട്ടുതൊടല എന്ന മത്സരത്തിൽ ബായി സുന്ദരിയെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ ആ സുന്ദരിനെ കൊണ്ടുപോയിക്കോ. ഈ സുന്ദരി ഇവിടെ വന്നോട്ടെ. എന്തായാലും ഈ പരിപാടിയോട് കൂടി ഇവിടുത്തെ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ്. ഓണത്തിന്റെ പൂക്കളം ഒരുക്കി അതേമാതിരി ഒരു ചെറിയ ഗെയിം സംഘടിപ്പിച്ചു. ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ പരിപാടി. സുന്ദരിക്ക് പൊട്ടുതൊടല കുറച്ച് സമയം കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സംഭവങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പം മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ഈ ഓപ്പൺ ഷൂട്ട് കഴിയാത്തതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു മൊഞ്ചന്റെ വീഡിയോയുമായി വരുമ്പോഴേക്കും തൽക്കാലം